ആദ്യം നമ്മൾക്ക് ഇതുപോലുള്ള ഈസി ബട്ടർഫ്ലൈ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് ഈ A4 സൈസ് പേപ്പർ നമ്മൾക്ക് കറക്റ്റ് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ സ്ക്വയർ ആയിട്ട് പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കുറച്ച് ഫോൾഡ്സിൻ്റെ മാർക്ക് ഉണ്ടാക്കണം. ഈ സൈഡിൽ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പുറത്തെ സൈഡിലും അതുപോലെ ഈക്വലായിട്ട് രണ്ട് പോർഷനിലും നമ്മൾ മാർക്ക് വരുത്തണം. എങ്കിലേ നമുക്ക് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാ സൈഡിലും ഫോൾഡിങ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഈസി ഫോൾഡിങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇത് നമ്മൾ ഈ മാർക്ക് ചെയ്തതിൻ്റെ ഈ രണ്ട് പോർഷൻ നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം. ഒരു സൈഡ് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തു, അതുപോലെ നമ്മൾക്ക് ഇപ്പുറത്തെ സൈഡും ഫോൾഡ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ രണ്ട് സൈഡും ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ചെറുതാക്കി മടക്കിയിട്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്യണം. ബട്ടർഫ്ലൈയുടെ വിങ്സിൻ്റെ സൈഡിലെ ഷേപ്പിന് വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഫോൾഡിങ് കറക്റ്റാക്കി നമ്മൾക്ക് ഈ ഒരു ഫോൾഡിങ്ങിൻ്റെ ഈ ഒരു പോർഷൻ എടുത്തിട്ട് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യണം ഫ്രണ്ടിലേക്ക്. സെയിം അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഒരു ഫോൾഡിങ് എടുത്തിട്ട് ഇങ്ങോട്ട്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ബാക്കിലെ ഈ പോർഷൻ ജസ്റ്റ് ഇങ്ങനെ പതിയെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഈ ബാക്കിയുള്ള ഭാഗം പതിയെ ഫോൾഡ് ചെയ്ത് ഇങ്ങോട്ട് വെക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു ബട്ടർഫ്ലൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ പോർഷനിൽ ചെറുതായിട്ടൊന്ന് ഗം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഇങ്ങനെ ലോക്കായിട്ട് സെറ്റായിട്ടിരിക്കും. ഇങ്ങനെ നമുക്ക് ബട്ടർഫ്ലൈ ഈസി ആയിട്ട് മേക്ക് ചെയ്തെടുക്കാം. ബട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം, A4 സൈസ് ക്രാഫ്റ്റ് പേപ്പർ അധികം കട്ടി പാടില്ല. കട്ടി ഉണ്ടായാൽ ഇത് ഫോൾഡ് ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അടുത്തതായിട്ട് നമ്മൾക്ക് ഈ മോഡൽ ബട്ടർഫ്ലൈ എങ്ങനെയാണ് മേക്ക് ചെയ്യണമെന്ന് നോക്കാം. ഈ പേപ്പറിനെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഈ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത പേപ്പർ വീണ്ടും ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. ഈ പേപ്പറിൻ്റെ ഒരു 3/4 വെച്ചിട്ട് നമ്മൾ ഈ പോർഷൻ എടുത്ത് ഇവിടെ മുതൽ ഈ അറ്റം വരെ ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ഇതുപോലെ ഫോൾഡ് ചെയ്യണം. അതുപോലെ ഇപ്പുറത്തെ സൈഡും നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഈ സൈഡ് ഫോൾഡ് ചെയ്ത പോലെ തന്നെ മുകളിലും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ ഫോൾഡ് ചെയ്യുമ്പോൾ ഈ ഇതിൻ്റെ പോർഷനിലേക്ക് ഒരിത്തിരി കയറി നിൽക്കണം. ദെൻ ഇപ്പുറത്തെ സൈഡും അതുപോലെ ഒരേ കട്ടിങ്ങിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം രണ്ട് സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് സിഗ്സാക്കായിട്ട് മടക്കി കൊടുക്കണം.
ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സിഗ്സാഗ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് കറക്റ്റ് ഈക്വലായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ ബട്ടർഫ്ലൈയുടെ ചിറകൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കൊന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്ത് ഇതിൻ്റെ ഈ ഷേപ്പ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾക്കൊന്ന് ചെറുതായിട്ട് ഈ പേപ്പറിൻ്റെ തന്നെ ഒരു പീസ് എടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾക്ക് ഇതും കൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബട്ടർഫ്ലൈ കംപ്ലീറ്റ് ആയി. ഓക്കെ, നമ്മുടെ ബട്ടർഫ്ലൈ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ വലിപ്പം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ പേപ്പറിൻ്റെ സൈസ് ഒന്ന് കുറച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് വേറൊരു സബ്ജക്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.